സർക്കാരിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള പരിമിതികളുടെ കണക്ക് പറയുക എന്നുള്ളതിനപ്പുറത്ത് സ്ത്രീ സമൂഹത്തിനാകെ നീതി പ്രൊവൈഡ് ചെയ്യുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ പ്രബലരായ ആളുകളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ പ്രബലരായ ആളുകൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ പ്രിവിലേജുകളെ കുറിച്ച് ഇവിടെ തന്നെ ഈ ചർച്ചയിൽ തന്നെ പരാമർശം ഉണ്ടായല്ലോ. എല്ലാവർക്കും തുല്യമായി നീതി ലഭ്യമാവണം എന്ന ഒരു പോയിന്റ് കൂടി പ്രധാനമാണ്. വളരെ പ്രബലരായ ആളുകൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ ദുർബലരായ ഇപ്പുറത്തുള്ള ആളുകൾ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാകാം. സ്വഭാവ ഹത്യകൾക്ക്, ഓൺലൈൻ വഴിയുള്ള ട്രോളിങ്ങിന്, പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വിധേയമാകാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവനെക്കുറിച്ചുള്ള ഭയം കൊണ്ട് പരാതിപ്പെടാൻ പേടിയാണ് സിനിമയിലെ സ്ത്രീകൾക്കെന്നാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്നാണ് ഇതുപോലെയുള്ള പരാതികൾ ഉണ്ടാവുന്നത്. അതിനെ ആ നിലയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ ഇതിനോടകം എസ് ഐ ടിക്ക്? ഉണ്ടാവണമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജെൻഡർ ഈക്വാലിറ്റിക്കും ഒക്കെ വേണ്ടി വാദിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സമൂഹം തന്നെയാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഈ വളരെ പ്രായം കുറഞ്ഞ IPS ഉദ്യോഗസ്ഥന്മാരാണ്. അവരെന്തായാലും അത്തരത്തിലുള്ളൊരു നിലപാട് തന്നെയായിരിക്കും. അവർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ കൃത്യമായിട്ട് റിപ്പോർട്ട് നൽകുകയും കൃത്യമായിട്ട് തെളിവെടുപ്പ് നടക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഈ ചോർന്നു പോകുന്ന കാര്യങ്ങൾ, നേരത്തെ ഒരു പെൻഡ്രൈവിൻ്റെ കേസുണ്ടായിരുന്നു. ഈ പെൻഡ്രൈവ് ഇതുമാതിരി ചോർന്നു പോയി. അത് കോടതിയിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം റീറൈറ്റ് ചെയ്തു. അത് അവിടുത്തെ ഒരു സ്റ്റാഫ് വിചാരിച്ചപ്പോൾ അങ്ങനെ നടന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഹേമ കമ്മീഷൻ ഇത് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അവർ തന്നെ ഇരുന്ന് ടൈപ്പ് ചെയ്തത്. ഈ ചോർന്നു പോകും എന്നുള്ളൊരു ഭയം കൊണ്ടായിരുന്നിരിക്കണം, വേറെ ഒരാളിനെ വിളിച്ച് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി. അപ്പം ഇലക്ട്രോണിക് മീഡിയയിൽ ഇത്തരം സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ പത്രലേഖകർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അവർക്ക് ആ വാർത്തയൊക്കെ, കാരണം ഒന്നാമത് നെക്ടൈറ്റായിട്ടുള്ള കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം വാർത്തകൾ കണ്ടെത്താൻ ശ്രമിക്കും. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അങ്ങനെ വരും. പക്ഷേ അതിനെയൊക്കെ തടയിടത്തക്ക രീതിയിലുള്ള ഒരു ഡിഫൻസീവ് മെക്കാനിസം, അതല്ലെങ്കിൽ ഒരു ഡിഫൻസ് എന്തായാലും ഇവർക്ക് ഉണ്ടാവേണ്ടതാണ്. അത് ഉണ്ടായില്ല എന്നുള്ളത് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇനി പ്രത്യേക ഒരു അന്വേഷണം നടത്തേണ്ടതാണ്.